ഒമാനിലെ ജനസംഖ്യയുടെ 60% ഇബാദിയാക്കളാണ്. ശരിക്കും ഇവർ മുസ്ലിമീങ്ങളാണോ കാഫിരീങ്ങളാണോ മുബത്തദീങ്ങളാണോ എന്ന് പലർക്കും സംശയമുണ്ട്. കേരളത്തിലുള്ള മലയാളികളും ഉപജീവനം നടത്തുന്ന ഒമാനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഇബാദിയാക്കളെ കുറിച്ചും ബോറന്മാരെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം നമ്മൾ ഷിയാക്കളെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നല്ലോ. ഉസ്താദ് ആധികാരികമായിട്ട് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അതായത് ആരാണ് ഇബാദിയാക്കൾ എന്ന് വിശദീകരിച്ചാൽ നന്നാവും. ഇബാദിയാക്കളെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് സ്വഹാബാക്കൾക്കിടയിൽ നടന്ന സംഘർഷത്തെക്കുറിച്ച് നേരിയ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ഇത് സംബന്ധമായി അല്പം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കാണുന്നവരോട് പറയാനുള്ളത്, ഉസ്താദ് തന്നെ മുമ്പ് ചെയ്ത അഭിമുഖത്തിൽ ഉസ്താദിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിലൂടെ കയറിയാൽ ഷിയാക്കളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ അടക്കം ഉസ്താദ് പറഞ്ഞ പോലെ ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, അതായത് ഇസ്ലാമിനകത്ത് നടന്ന യുദ്ധങ്ങളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഉസ്താദ് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആദ്യമായിട്ട് കാണുക. അപ്പോൾ ഉസ്താദ് ഇത് ഇബാദിയാക്കളെ കുറിച്ച് ആ ഒരു സംഘർഷത്തെക്കുറിച്ചുള്ള നേരിയ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ആരാണ് ഇബാദിയാക്കൾ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹിജ്റ 36 ജമൽ യുദ്ധത്തിലേക്ക് മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പുറപ്പെടുകയാണ്. ഒട്ടകക്കട്ടിലിൽ പുറപ്പെടുന്ന മഹദി കുറേ ദൂരം സഞ്ചരിച്ച് ബസറ പട്ടണത്തിൻ്റെ തൊട്ടടുത്തെത്തി. രാത്രി സമയത്ത് നായകളുടെ കുര കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ കൂടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ്, നമ്മൾ എവിടെയാണ് എത്തിയത്? ഉടൻ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, നാം ഇപ്പോൾ ബസറയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന പ്രധാന റോഡിനരികിൽ ഹൗഅബ് എന്ന തടാകത്തിൻ്റെ അടുത്താണുള്ളത്. ഇത് കേട്ടപ്പോൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മുഖം പെട്ടെന്ന് വിവർണമാകാൻ തുടങ്ങി. ദുഃഖത്തോടെ സങ്കടത്തിൻ്റെ കണ്ണുനീർ അശ്രുകണങ്ങൾ ഒഴുകാൻ തുടങ്ങി. ആ കൺതടത്തിലൂടെ ഒഴുകുന്ന അശ്രുകണങ്ങൾ കണ്ടപ്പോൾ സഹാബാക്കളിൽ പലരും ചോദിച്ചു, ഓ ആയിഷ, കൂട്ടത്തിൽ തൽഹയുണ്ട്, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹും അടക്കം ചോദിക്കുകയാണ്. അവരൊക്കെ ബന്ധുക്കൾ കൂടിയാണല്ലോ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ആയിഷത്തു സിദ്ദീഖ പറഞ്ഞു, ഒരു ദിവസം ഞാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു ഭാര്യമാരുമൊക്കെ നബിയുടെ അടുത്തിരുന്നു കൊണ്ട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹബീബ് പറഞ്ഞു, കൈഫ ബി ഇഹ്ദാകുന്ന തംബഹു അലൈഹാ കിലാബുൽ ഹൗഅബ്, നിങ്ങളിൽ ഒരാൾ അവരുടെ നേരെ ഹൗഅബിലെ നായകൾ കുരക്കുന്ന അവസരത്തിൽ അവർ എങ്ങനെയായിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയായി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ തെറ്റായ പാന്താവിലാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് മഹദി അവിടെ നിന്ന് കരഞ്ഞത്. എന്നിട്ട് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, എന്നെ തിരിച്ചു കൊണ്ടുപോകണം, കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമാണിത്. അതോടെ കൂടെയുള്ള മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹും അടക്കമുള്ള സഹാബത്ത് പറയുന്നു, സാരമില്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം, കാരണം നിങ്ങളെ കാണുമ്പോൾ ഇത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സംഘർഷത്തിലേക്ക് പോകുന്ന ആളുകൾ ഒരുപക്ഷെ സംഘർഷത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരാനുള്ള സാധ്യത ഞങ്ങൾ കൂടുതൽ കാണുന്നു. അതുകൊണ്ട് ആയിഷ, നിങ്ങൾ മുന്നിൽ നിൽക്കണം, എന്നിട്ട് നിങ്ങളുടെ ഒട്ടകക്കട്ടിലിൽ ആരുമറിയാതെ ആയിഷത്തു സിദ്ദീഖ ഉണ്ടെന്ന് കാണുമ്പോൾ അവർ സത്യത്തിലേക്ക് തിരിച്ചു വരും, തൽക്കാലം യുദ്ധം നടക്കാതെ നമുക്ക് പിരിഞ്ഞു പോകാമെന്ന് അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. അപ്പം ഇത് കേട്ടറിഞ്ഞ സഹാബാക്കളിൽപ്പെട്ട ചില ആളുകൾ, പ്രത്യേകിച്ചും പുതുതായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന താബിഅകളിൽ ചിലരുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ചില കൺഫ്യൂഷനുകൾ നിലവിൽ വന്നു. അക്കൂട്ടത്തിൽ പ്രധാനിയാണ് ജാബിർ ബിൻ സയ്ദ്. അദ്ദേഹം ആരാണ്? മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യനാണ്. ഈ താബിഅയായ അദ്ദേഹം ഈ വിഷയത്തിൽ അല്പം തീവ്രമായ ചില നിലപാടുകൾ എടുത്തു. എന്നിട്ട് നാം ഒരിക്കലും അലിയുടെ കൂടെയോ അല്ലെങ്കിൽ ആയിഷയുടെ കൂടെയോ നിൽക്കാൻ പാടില്ല, മറിച്ച് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, നാം അള്ളാഹുവിൻ്റെ ഹുക്മിനാണ് എന്ന് പറഞ്ഞ വാദം ജാബിർ ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കാൻ തുടങ്ങി. അദ്ദേഹം യഥാർത്ഥത്തിൽ താബിഈയായ ഒരു വലിയ ഇമാമാണ്. അതിനു മുമ്പ് ഖവാരിജാക്കളെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉണ്ടാകണം. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്. ആദിലുകളായ ഇമാമിയങ്ങളായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാനും
അലിയുബ്നു അബീ ത്വാലിബിനെ വധിക്കുവാനും മുന്നിട്ടിറങ്ങിയ ആളുകളാണ് ഖവാരിജാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർക്ക് പല പല വാദങ്ങളും ഉണ്ടായിരുന്നു. ഇവരുടെ സ്ഥാപകൻ ദുൽ ഖുവൈസിറത്തു തമീമി എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം സഹാബിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഗനീമത്ത് സ്വത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കെ പ്രവാചകരുടെ മുഖത്ത് നോക്കി ഇഅ്ദിൽ യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നീതി പാലിക്കണമെന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീതി പാലിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൂടായി, ദേഷ്യം പിടിച്ചു. അദ്ദേഹം പ്രവാചകരോട് ചോദിച്ചു, നബിയെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ മോശമായി പറഞ്ഞ ആ വ്യക്തിയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ തലയെടുത്ത് വരാമെന്ന് പറഞ്ഞു. വിട്ടുവീഴ്ചയുടെ പ്രതീകമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുത് ഉമർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഈ ദുൽ ഖുവൈസിറ പിൽക്കാലത്ത് പിന്നീട് ഇസ്ലാമിന് ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നുണ്ട്. സുഫീനിലൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാം. പക്ഷേ നെഹ്റുവാനിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം നേരെ തിരിഞ്ഞുകൊണ്ട് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന വാദഗതികളുമായി രംഗത്ത് വരികയാണ്. അപ്പൊ ഈ വാദഗതി ജാബിർ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനുണ്ട്, അബ്ദുല്ലാഹിബിൻ ഇബാലു തമീമി. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ഈ വാദഗതിയിൽ കൂടുകയും അങ്ങനെ നെഹ്റുവാൻ യുദ്ധത്തിലൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരായി രംഗത്ത് വരികയും ചെയ്തു. അപ്പോ ഇബാലിയാക്കൾ ആരാണെന്നാണ് താങ്കളുടെ ചോദ്യം. ഈ അബ്ദുല്ലാഹിബിൻ ഇബാലു തമീമി എന്ന ജാബിർ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ ശിഷ്യൻ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അബ്ദുല്ലാഹിബിൻ ഇബാലു തമീമി. ഇദ്ദേഹമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം പിൽക്കാലത്ത് ഇബാലിയത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇവർ ഖവാരിജികളുടെ കൂട്ടത്തിൽ താരതമ്യേന കലാപ വാസന കുറഞ്ഞ വിഭാഗമായിരുന്നു. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സായി അറിയപ്പെട്ടത് ബസറയാണ്. ഇറാഖിലെ ബസറ. അങ്ങനെ അവരുടെ വിശ്വാസത്തിൽ അവർ സുന്നികളിലെ ഒരു മദ്ഹബാണെന്നാണ് അവർ ഇപ്പോഴും വാദിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഇബാൽ അത്തമീമി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനും അതുപോലെ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന അമവിയ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ആശയമാണ് ഇബാലിയ. ആദ്യം അത് ബസറയിലായിരുന്നു. പിന്നീട് ബസറയിൽ നിന്ന് അവർ സ്വയം ഒരു പേരിട്ടു, അഹ്ലുദ് ദഅവ, ഞങ്ങൾ പ്രബോധനത്തിന്റെ ആളുകളാണ്. അതുപോലെ ജമാഅത്തുൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളുടെ ജമാഅയാണെന്നൊക്കെ അവർ സ്വയം പേരിട്ടു. അങ്ങനെ ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ അബ്ദുല്ല അസ്സാലിമിയാണ് ഇബാലിയത്ത് എന്ന് ആദ്യമായി ഈ വിഭാഗത്തിന് പേര് പറഞ്ഞത്, അഥവാ ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ ബസറയിൽ നിന്നും അവർ ചില സംഘർഷം മൂലം പുറത്താക്കപ്പെടുകയും പിന്നീട് ഒമാനിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഒമാനിന്റെ ഭാഗത്താണ് ഇവർ അവിടെ ജുലന്തി എന്ന ഒരു ഭരണാധികാരി, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം, ആ ഭരണാധികാരി വരികയും അങ്ങനെ അവിടെ അവരുടെ ഭരണം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അതോടെ ഖുറാസാനിലും ഇതര ഭാഗങ്ങളിലുമൊക്കെ അവർ അസ്തിത്വം ഉറപ്പിച്ചു. ഇവരുടെ കൂട്ടത്തിൽ തന്നെ, ഇബാലിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. വഹബിയ്യത്ത്, ഖഅദ, സഫരിയ, ഹറൂരിയ. ഇതൊന്നും ഒരു സാധാരണക്കാർക്ക് ആവശ്യമില്ലാത്ത വിഷയമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും കടക്കേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ ഈ ഹറൂരിയ എന്ന് പറയുമ്പോൾ രസകരമായ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു പെണ്ണ് വന്നുകൊണ്ട് മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് സംശയം ചോദിക്കുന്നുണ്ട്. ഓ ആയിഷ, ഹൈലുകാരിയായ മെൻസസ് ഉണ്ടായ ഒരു പെണ്ണ് എന്തുകൊണ്ടാണ് നിസ്കാരം ഖലാ വീട്ടാത്തത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ നോമ്പ് ഖലാ വീട്ടണമെന്ന് പറയുന്നു, എന്തുകൊണ്ട് നിസ്കാരം ഖലാ വീട്ടുന്നില്ല? ഈ ചോദ്യം ചോദിച്ച മാത്രയിൽ ഇതൊരു ലോജിക്കായ ചോദ്യമാണല്ലോ. അഥവാ ഇത്തിമായിലേക്ക് പോകാതെ, പ്രവാചകരും അള്ളാഹുവും എന്ത് കൽപ്പിച്ചോ അതിലേക്ക് പോകാതെ ബുദ്ധിപരമായ ആശയങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള ചോദ്യമാണെന്ന് കണ്ടപ്പോൾ മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഹറൂരി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇബാലിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഹറൂരിയ. അപ്പൊ ഹറൂറ എന്ന് പറഞ്ഞാൽ കൂഫക്കടുത്തുള്ള ഒരു പട്ടണമാണ്. അപ്പൊ ആ പട്ടണത്തിൽ കൂടുതലായി സ്വാധീനമുള്ള ഒരു വിഭാഗമായിരുന്നു ഇബാലിയാക്കളിൽപ്പെട്ട ഹറൂരിയാക്കൾ. അപ്പൊ ഈ ചോദ്യത്തിന്റെ സ്റ്റൈല് കണ്ടപ്പോൾ സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഹറൂരിയത്തുൻ അൻതി,
നീ ഹറൂരിയാണോ? അവർ പറഞ്ഞു ഞാൻ ഹറൂരിയല്ല, മറിച്ച് ഇതിൻ്റെ സംഭവമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അതോടെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ശരിക്കും വ്യക്തമാക്കി കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതുതന്നെയാണ് അതിൻ്റെ കാരണമെന്ന് മഹദി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് ഉപവിഭാഗങ്ങൾ ഉള്ള വളരെ നേരത്തെ തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഖവാരിജാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ ഖവാരിജാക്കളുടെ കൂട്ടത്തിൽ, എന്നാൽ അവർ പറയുന്നത് ഞങ്ങൾ ഖാരിജകളല്ല, ഞങ്ങൾ ഷിയകളല്ല, മറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഹ്ലുസുന്ന എന്നവർ പറയും. എന്നാൽ ജമാഅ എന്ന് പറയുമ്പോൾ സഹാബാക്കളിൽ പലരെയും അവർ കാഫിറാക്കുന്നുണ്ട്. അപ്പോൾ ഇബാലിയാക്കൾ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അവര് ഷിയാക്കളുമല്ല എന്നാൽ സുന്നികളുമല്ല. ഖവാരിജാക്കൾ അവർ രണ്ട് വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു. ഇവരുടെ കൂട്ടത്തിൽ പലരും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം സിഫീനിലും ജമലിലുമൊക്കെ പങ്കെടുത്തവർ പിന്നീട് നെഹ്റുവാൻ യുദ്ധത്തിന് ശേഷം അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ഇബാലിയാക്കൾ രംഗത്ത് വരുന്നത്. എന്നാൽ ഖവാരിജാക്കൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു സംഘർഷത്തിൽ ആരുടെ പക്ഷവും ചേരാതെ ഈ ഒരു രീതി തന്നെ ശരിയല്ല, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഷിയാക്കളെ കുറിച്ചുള്ള അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് എന്ന ആയത്തെടുത്തുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞു. അഥവാ ഇവിടെ ഉസ്മാനും വേണ്ട, അലിയും വേണ്ട, ആരും ഭരിക്കേണ്ട, ഇവിടെ ഭരിക്കാൻ ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റൗളയിൽ നിന്ന് വരുമെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഇൻ്റർവ്യൂ കേട്ട മനസ്സിലാവും, ആ ഹിജ്റയെ കുറിച്ച് പറഞ്ഞ സംഭവമാണ്. അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഖാരിജത്തിൻ്റെ ഉത്ഭവം. നമ്മൾ തമീമിയെക്കുറിച്ച്, ദുൽഖുവൈസറയെ കുറിച്ചൊക്കെ പരാമർശിച്ചല്ലോ. അദ്ദേഹം നല്ലൊരു പടയാളിയായിരുന്നു, പോരാളിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ അദ്ദേഹത്തിൽ കാണാമായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഉസ്താദ് പറയുന്നതിനിടയിൽ തന്നെ പറഞ്ഞു, അസ്വഹാബത്ത് കുല്ലുഹും ഉഴുദുൽ, സ്വഹാബാക്കൾ എല്ലാവരും നീതിമാന്മാരാണെന്ന് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദുൽഖുവൈസറു തമീമി എന്ന് പറയുന്നയാളാണ് ഖവാരിജിങ്ങളുടെ സ്ഥാപകൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഒരു പരസ്പരം വൈരുദ്ധ്യം പോലെ തോന്നുന്നു. അതിന് സഹാബി ആരാണെന്നുള്ള നിർവചനം നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. ഇത് നല്ലതാണ് നിങ്ങൾ ചോദിച്ചത്. കാരണം പ്രേക്ഷകരിൽപ്പെട്ട ചിലർ ഇനി കമൻറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും പറയാം, സഹാബി പിന്നെ എങ്ങനെയാണ് ഇത് വൈരുദ്ധ്യമല്ലേ? നിങ്ങൾ ചോദിച്ച് വളരെ സാന്ദർഭികമായി എന്ന് ആദ്യം ഓർമ്മപ്പെടുത്താൻ. അപ്പം ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? മുഅ്മിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു അല്പനേരമെങ്കിലും ഒരുമിച്ച് കൂടുകയും മുഅ്മിനായി മരിക്കുകയും വേണം. വഫാത്താകുന്നതും വിശ്വാസിയായിട്ട്. സഹാബാക്കളിൽ ചിലർ പിന്നെ മുർത്തദ്ദായിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ യുദ്ധം പറയുന്നിടത്ത് പറയുന്നുണ്ട്, നഹാറുർ റിജാൽ എന്ന് പറഞ്ഞ ഹാഫിളായ ഒരു സഹാബി, അദ്ദേഹം ഹാഫിളായിരുന്നു. അങ്ങനെ പിന്നീട് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം എന്താകുന്നു? കാഫിറാകുന്നു. എന്ന പോലെ മുർത്തദ്ദുകളായ ഒരു സഹാബി ഇല്ലേ? അപ്പോൾ അവർ മുസ്ലിമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുകയും മുസ്ലിമായി മരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ അവരെ സ്വഹാബി എന്ന് പറയുള്ളൂ. ആ ഗണത്തിൽപ്പെട്ടവരാണ് കുല്ലുഹും ഉദൂൽ അല്ലെങ്കിൽ അസ്ഹാബി കന്നുജൂം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സഹാബിയുടെ നിർവചനം ആദ്യം അതിൻ്റെ ബേസിക്കായി അതൊന്ന് മനസ്സിലാക്കുന്നത് നന്നാകും. അപ്പം ശ്രദ്ധിക്കൂല. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് വളരെ നന്നായി. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇബാദിയാക്കള് ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളിലാണ് അധിവസിക്കുന്നത്? ഏറ്റവും കൂടുതൽ എവിടെയാണ് ഇന്ന് ഇബാദിയാക്കൾ താമസിക്കുന്നത്? നിങ്ങൾ ചോദ്യത്തിൻ്റെ ആദ്യത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ ഒമാനിലെ ജനസംഖ്യയുടെ 60% ആളുകളും ഇബാദിയാക്കളാണെന്ന് പറഞ്ഞു. തദടിസ്ഥാനത്തിൽ ഒമാൻ അവരുടെ ഒരു വിഖ്യാത കേന്ദ്രവും മാത്രമല്ല ചരിത്രപരമായി നോക്കിയാൽ തന്നെ അതിലൊരുപാട് വേരുകളുണ്ട്. നമുക്ക് പിന്നീട് പറയാം. അവർ ഹിജറ 134 അഥവാ ഹിജറയുടെ 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ 134 തന്നെ അൽ ജുലന്ദി ഇബ്നു മസ്ഊദ് എന്ന ഭരണാധികാരി ഒമാനിൽ, ഇപ്പോഴത്തെ സൽത്തനത്ത് ഒമാനിൽ ഭരണം സ്ഥാപിക്കുകയും ഇന്നും അവരുടെ പിന്മുറക്കാരാണ് ഒമാന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായും ഇബാദിയാക്കളുടെ ഒരു മുഖ്യ കേന്ദ്രം എവിടെയാണ്? ഒമാനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ജസീറത്തുൽ അറബിന്റെ തെക്ക് ഭാഗത്ത് ഇബാദിയാക്കൾ വളരെ ഖണ്ഡിതമായ സ്വാധീനം ഉറപ്പിക്കുകയുണ്ടായി ആദ്യഘട്ടങ്ങളിൽ. അങ്ങനെ മക്ക മദീന വരെ അവരെത്തുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യുകയും അതുപോലെ തന്നെ പല രീതിയിലും അവർ അധികാരം സ്ഥാപിച്ചു. അതുപോലെ ആഫ്രിക്കയുടെ വടക്കൻ ഭാഗങ്ങളിൽ ബർബറുകൾക്കിടയിൽ ഇവർ ഗണ്യമായ സ്വാധീനം നേടി. ബർബരികൾ എന്ന ഒരു വിഭാഗമുണ്ട്. മഹാന്മായനായ മാലിക് ബിൻ ദീനാറിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ ബർബറുകളുമായി, അതുപോലെ താരിഖ് ബിൻ സിയാദിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബർബറുകളുമായി അഭിമുഖീകരിക്കുന്ന രംഗങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാൻ നമുക്ക് സമയമല്ല. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഈ മഹാന്മാരായ ഒരുപാട് സ്വഹാബികൾ അതുപോലെ താബികളുള്ള ബർബർ വിഭാഗത്തിൽ ഗണ്യമായ സ്വാധീനം ആർക്കുണ്ടായി? ഇബാദിയാക്കൾക്കുണ്ടായി.
അതുപോലെ ദൗലത്തു റുസ്തുമിയ എന്ന പേരിൽ ഒരു രാഷ്ട്രം പോലും അവർ സ്ഥാപിച്ചു. ദൗലത്തു റുസ്തുമിയ, സ്വന്തമായ ഒരു രാജ്യം. ഒരു ഭാഗത്ത് അബ്ബാസികളുടെ ഖിലാഫത്ത്, അമവികളുടെ ഖിലാഫത്ത്, അതുപോലെ ഇങ്ങനെ മുസ്ലിം ലോകത്ത് സർവാംഗീകൃതമായ ഖിലാഫത്തുകൾ നടക്കുമ്പോൾ തന്നെ ദൗലത്തു റുസ്തുമിയ എന്ന പേരിൽ ഒരു ഭരണകൂടം തന്നെ സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ലിബിയ, ടുണീഷ്യ, അൾജീറിയ, അതുപോലെ തന്നെ പടിഞ്ഞാറൻ സഹാറ മരുഭൂമി, അതുപോലെ സഞ്ചബാറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടാൻസാനിയ, ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവർ നിർണായകമായ സ്വാധീനം ചെലുത്തിയത്. മറ്റു ചില രാജ്യങ്ങളിലുമുണ്ട്. മൊറോക്കോ അടക്കമുള്ള ചില അറബ് രാജ്യങ്ങളിലും ഇവർ ഉള്ളതായി കാണാം. ഇപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഹിജ്റ 134 അൽ ജുലന്ദി ഇബ്നു മസ്ഊദിന്റെ നേതൃത്വത്തിൽ ഒമാനിൽ അധികാരം പിടിച്ചെടുത്തു ഇവർ എന്ന്, അഥവാ ഇബാദിയാക്കൾ എന്ന് നാം സൂചിപ്പിച്ചു. പിന്നീട് മുസ്ലിം അഇമ്മത്തിനെതിരെ ഇവർ നിരന്തര സംഘട്ടനത്തിൽ ഏർപ്പെട്ടു. അവരെ കളിയാക്കുവാനും പരിഹസിക്കാനും തുടങ്ങി. അവസാനം ഹിജ്റ 1161 ഇബാദിയക്കാർ അഹ്മദ് ബിൻ സഈദിനെ നേതാവാക്കി ഭരണത്തിൽ തുടർന്നു. അങ്ങനെ ഹിജ്റ 1161 അഹ്മദ് ബിൻ സഈദിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഭരണത്തിന്റെ പിന്തുടർച്ചാ രീതിയാണ് ഇന്നും ഒമാനിൻ്റെ ഭാഗങ്ങളിൽ കാണുന്നത്. താങ്കൾ ചോദിച്ചിരുന്നു, ഒമാനിലെ ഭരണം ഇപ്പോഴും അവരാണോ? തീർച്ചയായും. അന്ന് അഹ്മദ് ബിൻ സഈദിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഭരണത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോഴും ഒമാനിൽ നാം കാണുന്നത്. അത് ഇബാദി വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് അതിന് കൂടുതൽ അംഗീകാരത്തോടുകൂടെയാണ് ഈ അഹ്മദ് ബിൻ സഈദ് രംഗത്ത് വന്നത് എന്നുകൂടി നാം സാന്ദർഭികമായി മനസ്സിലാക്കുക. ഒമാനിൽ ഈ ഒരു ഇബാദിയ അൽ ജുലന്ദി ഇബ്നു മസ്ഊദ് എന്ന ഭരണാധികാരി സ്ഥാപിച്ചു എന്ന് നാം പറഞ്ഞു. അതിനുശേഷം ഇതിന്റെ പ്രചാരകരായി നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം, അദ്ദേഹം വലിയ ഒരു പ്രബോധന വീതിയിൽ ഈ ഒരു ആശയത്തിന്റെ പ്രബോധകനായി വന്നു. എന്നിട്ട് എത്രത്തോളം ഇന്ത്യയിലേക്ക് വരെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് വരെ ഇബാദിയാക്കളുടെ സ്വാധീനം വ്യാപിപ്പിക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. പക്ഷേ പല കാരണങ്ങളാലും അത് നടന്നില്ല എന്ന് മാത്രം. AD 757 അദ്ദേഹം സ്വന്തമായി ദൗലത്തു റുസ്തുമിയ എന്ന രാജ്യം അൾജീറിയയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മൊറോക്കോയിൽ നമ്മൾ പറഞ്ഞു ഗണ്യമായ സ്വാധീനം ഇവർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. തഖിയ്യ പോലുള്ള കാര്യങ്ങൾ ഇവർക്കിടയിൽ വ്യാപകമാണ്. നമ്മൾ പറഞ്ഞു, ഉള്ളിലുള്ള ആശയം ഉള്ളിൽ തന്നെ വെച്ച് അത് പുറത്തേക്കെടുക്കാതെ ഇങ്ങനെ നടിക്കുന്ന ഒരു രീതിക്കാണല്ലോ തഖിയ്യ എന്ന് പറയാം. കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ തഖിയ്യ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ അഖീദയുടെ ഇമാമായ അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇവരെ കുറിച്ചൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അൽ ഇബാദിയ്യത്തു ബി അഇമ്മതിഹിം വഫിറഖിഹിം എന്ന പേരിൽ അദ്ദേഹത്തിന് സുന്ദരമായ ഒരു റിസാലയുണ്ട്, നല്ലൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഇവരുടെ ആശയങ്ങളൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ചോദിച്ചത്, നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളും, അതുപോലെ തന്നെ അഫ്ഗാൻ ഖുറാസാന്റെ ഭാഗങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ചില സ്വാധീനം ചെലുത്തിയിരുന്നു. ഇവർക്കൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഇമാമ വേണമെങ്കിൽ അതിന് ഖലീഫ വേണം, അതിന് മുസ്ലിം ലോകത്തൊരു സുൽത്താൻ വേണം. ഇവർക്ക് അങ്ങനെയല്ല. എവിടെ ജീവിക്കുകയാണെങ്കിലും അവർ സ്വന്തമായി ഒരു ഇമാമിനെ തിരഞ്ഞെടുക്കൽ. അപ്പോൾ ഒരേ കാലത്ത് ഒന്നിൽ കൂടുതൽ ഇമാമുകൾ ഉണ്ടാകുമ്പോൾ പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി മറ്റൊരു ഭരണാധികാരി വരാൻ പാടില്ല. എന്നാൽ ഇവരുടെ വിശ്വാസം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഒമാനിലെ അവിടുത്തെ സുൽത്താൻ കാബൂസ് അടക്കം ഇബാദി വിശ്വാസമായിരുന്നു അല്ലേ? രാജാക്കന്മാർ, അതെ, നമ്മൾ പറഞ്ഞല്ലോ, ജുലന്ദ് ബിൻ മസ്ഊദിന്റെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിന്മുറക്കാരായാണ് ഇപ്പോഴൊക്കെയുള്ള പിൽക്കാലത്ത് ബ്രിട്ടന്റെ അധിനിവേശവും അതുപോലെ തന്നെ മറ്റു ചില കടന്നുകയറ്റമൊക്കെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് വന്നപ്പോഴാണ് ഇതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും അവിടുത്തെ ഭരണാധികാരികളിൽ ഇബാദി വിശ്വാസത്തിന്റെ സ്വാധീനം നമുക്ക് കാണാം. അപ്പോൾ പ്രത്യക്ഷത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇബാദിയാക്കളുടെ പ്രവൃത്തിയിലും അഖീദയിലും വിശ്വാസത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക? ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ചോദ്യമാണ്. കാരണം ഒരാൾ ഇബാദിയാണോ അല്ലേ, പ്രത്യേകിച്ചും ഒമാനിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ പിന്തുടരുന്ന വിഷയങ്ങളുണ്ടാകും. അവരൊരു അറബിയാണ് എന്ന നിലയ്ക്ക് ഫത്വ ചോദിച്ച് അവരുടെ ഫത്വകളിൽ വിശ്വസിക്കുന്ന രീതികളുണ്ടാകും. അപ്പം ഈ ഘട്ടത്തിൽ നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. നിങ്ങളുടെ ചോദ്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്നാൽ സാധാരണഗതിയിൽ ഇബാദിയാക്കൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന ഒരു ഭാഷയെ പറഞ്ഞാൽ, നിസ്കാരത്തിൽ അവർ കൈ കെട്ടൂല, നിസ്കാരത്തിൽ അവർ കൈ തൂക്കിയിടും. അത് ഇപ്പോൾ ഒമാനിലൊക്കെ ചെല്ലുമ്പോൾ സാധാരണ കാണാം. പക്ഷേ ഇവരെല്ലാവരും ഇബാദിയാക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്.
മാലിക്കി മദ്ഹബ് പ്രകാരവും ഇർസാലുൽ യദൈനി എന്ന് പറയും. രണ്ട് കൈകളും താഴ്ത്തിയിടുക എന്നത് ഒരു വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഹനഫികൾ നമുക്കറിയാം, ഹനഫി മദ്ഹബ് പ്രകാരമുള്ളവർ ഇവിടെ അഥവാ പൊക്കിളിൻ്റെ താഴെ കൈകെട്ടും, ഷാഫിഈ മദ്ഹബുകൾ നെഞ്ച് പൊക്കിളിൻ്റെ ഇടയിൽ കൈകെട്ടും, സലഫി ചിന്താധാരയുള്ളവർ നെഞ്ചത്ത് കൈവെക്കും. അപ്പോൾ അതേ സ്ഥാനത്ത് മറ്റ് ഇതര മദ്ഹബുകൾക്ക് ഈ വിഷയത്തിൽ ഓരോ കാര്യങ്ങളുണ്ട്. എന്നാൽ മാലിക്കി മദ്ഹബിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളും അവരുടെ മുഅ്തമദായ കാഴ്ചപ്പാട് പ്രകാരം കൈ താഴ്ത്തിയിടണമെന്ന്. എന്നാൽ ഇബാദിയാക്കളും ഇതേ വിശ്വാസക്കാരാണ്. ഇത് സാധാരണക്കാർ, ഇതൊരു തെറ്റായിട്ടല്ല കേട്ടോ. കൈകെട്ടുക എന്നതൊരു സുന്നത്താണ്. ഇതിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ വിലയിരുത്തരുത് എന്ന് പറയാൻ വേണ്ടി. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇവർ ഇബാദിയാക്കളാണോ അല്ലേ എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം വളരെ നിസ്കാരത്തിൽ കൈ ഉയർത്തുകയില്ല. മാലിക്കി മദ്ഹബിൽ കൈ ഉയർത്തും, പക്ഷേ കൈ ഉയർത്തിയിട്ട് താഴ്ത്തും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് താഴ്ത്തും. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ കൈ ഉയർത്തുന്നത് പോലും ശരിയല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ താഴ്ത്തിക്കൊണ്ടേയിരിക്കുന്ന രീതി ഇവർക്കിടയിൽ കാണാം. അതുപോലെ ഇവർക്ക് നമ്മളെ അഖീദ എന്തൊക്കെ വ്യത്യാസം എന്ന് നമ്മൾ ഡീപ്പായിട്ട് പറയും. ഇതൊരു സാധാരണക്കാർക്ക് മനസ്സിലാകാനുള്ള ഒരു വ്യത്യാസമാണ് പറഞ്ഞത്. ഇനി റാഫിളുകൾ, മുജസ്സിമുകൾ, ഖവാരിജുകൾ, മുഅ്തസിലുകൾ പഴയ കാലത്തുള്ള ഓരോ വിഭാഗങ്ങളാണ്. റാഫിൽ എന്ന് പറഞ്ഞ ഷിയാക്കൾ, മുജസ്സിമുകൾ എന്ന് പറഞ്ഞ അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പറഞ്ഞ്, അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു ആകാശത്തിങ്ങനെ ഇരിക്കുകയാണ്, അവർ മുജസ്സിമുകളായ വിഭാഗം. അതുപോലെ തന്നെ ഖവാരിജുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ഖവാരിജുകൾ. മുഅ്തസിലിയാക്കൾ എന്ന് പറഞ്ഞാൽ അബുൽ ഹസൻ അൽ അശ്അരി ഇഅ്തസിൽ അന്ന എന്നൊക്കെ പറഞ്ഞ ജുബ്ബായി ഇമാം, അങ്ങോട്ട് കടക്കടില്ല, ചുരുക്കി പറഞ്ഞാൽ അവരൊരു വിഭാഗമാണ് മുഅ്തസിലിയാക്കൾ. അവരുടെയൊക്കെ വിശ്വാസങ്ങൾ ഇബാദിയാക്കളെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം, നമ്മൾ സഹീഹുൽ ബുഖാരി എങ്ങനെയാണോ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകൾ, അത് അഹ്ലുസുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ സുന്നി, കേരളത്തിലെ സുന്നി സമസ്തക്കാർ എന്നല്ല, എല്ലാവരും ഇവിടുത്തെ ഏത് വിഭാഗം ആളുകളാവട്ടെ, കേരളത്തിലുള്ള സുന്നികൾ എന്ന് പറയുമ്പോൾ മുജാഹിദ് ആവട്ടെ, ജമാഅത്ത്, ആഗോള തലത്തിൽ എല്ലാവർക്കും സഹീഹുൽ ബുഖാരി അടിസ്ഥാനപരമായ ഗ്രന്ഥമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഇവരുടെ ഗ്രന്ഥം മുസ്നദുർ റബീഉ ഇബ്നു ഹബീബ് എന്നാണ്. അഥവാ റബീഉ ഇബ്നു ഹബീബ് എന്ന ഒരു പണ്ഡിതന്റെ മുസ്നദാണ് യഥാർത്ഥത്തിൽ ഇവരുടെ അടിസ്ഥാന ഗ്രന്ഥമായി നമ്മൾ സഹീഹുൽ ബുഖാരി എങ്ങനെയാണോ കാണുന്നത് അതുപോലെ കാണുന്നത്. പിന്നെ ഇവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിശ്വാസം, നമ്മൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ച് പറയും. അള്ളാഹുവിന് വാജിബായ സിഫത്തുകളുണ്ട്, മുസ്തഹീലായ സിഫത്തുകളുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ എണ്ണം പറയുന്നതിന് ചില ആളുകൾക്കൊക്കെ എതിർപ്പുണ്ടാകും. 20 വാജിബ്, 20 മുസ്തഹീൽ എന്നൊക്കെ പറയുമ്പോൾ സലഫി കാഴ്ചപ്പാടിലെ വിഷയമുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇക്കൂട്ടത്തിൽ ഈ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ദാത്താണ്, സിഫാത്തിനെ ഒരിക്കലും വേർതിരിച്ച് പറയാനോ എണ്ണാനോ പാടില്ല എന്ന് വിശ്വസിക്കുന്നു. അതവരുടെ അഖീദയിലെ ഒരു കാതലായ വശമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവരുടെ അഖീദയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, അവരിൽ പലരുടെയും, എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, പലരുടെയും അഖീദയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ അഖീദ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിശ്വാസം, നമുക്കൊക്കെ ഒരു പ്രധാന ആഗ്രഹമുണ്ട്, നാളെ മരണപ്പെട്ടാൽ പരിശുദ്ധമായ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിനെ കാണും. അത് വലിയ നിഅമത്താണ് അല്ലേ? എന്നാൽ ഇൻകാറു റുഅയത്തിൽ മുഅ്മിനി ലില്ലാഹി ഫിൽ ആഖിറ, ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുക എന്ന ഒരു സംഭവമേ ഇല്ല എന്ന് ഇവർ പറയുന്നു. മറ്റൊരുവരുടെ വിശ്വാസത്തിലെ പ്രശ്നം അദാബുൽ ഖബർ, ഖബറിലെ അദാബ്. നമ്മൾ പറയും ഖബറിൽ മുൻകറിനെ കീറി വരും, അടിക്കും, ലാ അദിരി എന്നൊക്കെ പറയുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു ഖബർ ശിക്ഷയോ ഖബറിലെ മറ്റു കാര്യങ്ങളോ ചോദ്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അതുപോലെ ഇവരുടെ ഖൽഖുൽ ഖുർആൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഒരിക്കലും സൃഷ്ടിയല്ല, അത് ഒരു അള്ളാഹുവിൻ്റെ കലാമാണ്. പക്ഷേ ഇവർ പറയുന്നത് ഖൽഖ്. നമുക്കറിയാം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കടികിട്ടി ഖുർആൻ ഖൽഖ് ഖാലിഖ് വിപ്ലവം, ഇത് ഖാലിഖാണ് മഖ്ലൂഖാണ് എന്ന് പറഞ്ഞൊരു വിപ്ലവം പഴയ കാലത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ മുൻനിരയിൽ നിന്ന മഹാനായ അഹ്ലുസുന്നയുടെ ഇമാമാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. കാരാഗ്രഹത്തിൻ്റെ കാരിരുമ്പഴികൾക്കുള്ളിൽ കാലങ്ങളോളം കഴിയേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി. ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സയ്യിദിന അഹ്മദ് ബിൻ ഹംബൽ. എന്നാൽ മഹാന്മാരായ ഇമാമിയങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ മഖ്ലൂഖാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുപോലെ പ്രധാനമായും തൗബ, അഹ്ലുൽ കബായിർ, വൻ ദോഷങ്ങൾ ചെയ്തവർക്ക് തൗബ ചെയ്താൽ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കുകയുള്ളൂ എന്നിവർ വിശ്വസിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യം,
ഒരാളിപ്പോൾ വൻദോഷം ചെയ്തെങ്കിലും ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ എത്ര വൻദോഷികളാണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താകും, മഗ്ഫിറത്ത് കൊടുക്കുന്നതാണല്ലോ ഇവരുടെ വിശ്വാസപ്രകാരം. അങ്ങനെയല്ല. അതുപോലെ ഷഫാഅത്ത് ഒരിക്കലും വൻദോഷം ചെയ്ത ആളുകൾക്ക് ലഭിക്കില്ല എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ ഷഫാഅത്ത് വർസുഖ്നാ ഷഫാഅത്ത എന്നൊക്കെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആ ഷഫാഅത്ത് ലഭിക്കുമെന്നാണ്. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ ഇവർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു, അതുപോലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല സഹാബാക്കളെയും ഇവർ പറ്റേ നിഷേധിക്കുന്ന ഒരു രീതിയും കാണാം. അവസാനമായിട്ട് ഇബാലിയാക്കളുടെ വിഷയത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ പോലെ ഇബാലിയാക്കൾ കാഫിരീങ്ങളാണോ മുബ്തദീങ്ങളാണോ മുസ്ലിമീങ്ങളാണോ? അഹ്ലു തൗഹീദിന് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലുൽ ഖിബ്ല ഇവരെ കാഫിറാക്കുന്നത് വലിയ അപകടമാണ്. ഇപ്പം ഖവാരിജാക്കളെ മഹാനായ അലി റളിയല്ലാഹുവിന് പോലും പലപ്പോഴും അംഗീകരിച്ചതായി കാണാം. എന്നാൽ മാലിക് ബിൻ അനസ് റളിയല്ലാഹുവിനു ഖവാരിജാക്കളെ കുറിച്ചെടുത്ത നിലപാട്, ഇബാദിയാക്കളെ കുറിച്ചെടുത്ത നിലപാടുകളുണ്ട്. അതിൽ അവരോട് വെറുപ്പ് കാണിക്കണം, നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ചില കർക്കശമായ നിലപാട് ഇമാം മാലിക് റളിയല്ലാഹുവിനെ വെച്ച് പുലർത്തിയതായി കാണാം. ഇമാം അബുൽ ഹസനുൽ അഷ്അരി തങ്ങൾ അഖീദയുടെ ഇമാമായ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും കാഴ്ചപ്പാടിൽ ബിദ്അത്തുകാരായാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ബിദ്അത്തുകാർ അല്ലെങ്കിൽ പുത്തൻ ആശയക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഇതിന് വിരുദ്ധമായ വല്ല കാഴ്ചപ്പാടുമുണ്ടെങ്കിൽ അവർ പറയട്ടെ. നമ്മൾ വലിയ പണ്ഡിതനായതുകൊണ്ടല്ല, നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇവരെ പറ്റി കാഫിറുകളാക്കി ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് പറയാൻ നമുക്ക് ന്യായം കാണുന്നില്ല. എന്നാൽ ഇവരടുത്ത് ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് ആശയപരമായ വിശ്വാസത്തിൽ ഒരുപാട് വൈകല്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതൊരു ഇജ്തിഹാദി പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ബിദ്അത്ത് എന്ന് അല്ലെങ്കിൽ മുബ്തദിഅകൾ എന്ന് അവരെക്കുറിച്ച് പറയുന്നതായിരിക്കും ഉചിതമെന്ന് എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ നടത്തിയ പഠനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും പല വീഡിയോകളിലും ഇങ്ങനെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, കമൻറ്റിലൂടെ ഉണ്ടായിരുന്നു, ഉസ്താദ് എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്, ഇതൊന്നും നാം ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ, പുതിയ കാര്യങ്ങളാണല്ലോ. ചില ആളുകൾ പോസിറ്റീവായിട്ട് പറഞ്ഞു, പക്ഷെ ചില ആളുകൾ അവർ പഠിക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് വിചാരിച്ചത്. ഇതെന്തോ പുതിയൊരു അറിവാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മാത്രം ഇവിടെ നിന്നാണ് ഈ അറിവുകൾ കിട്ടുന്നത്, എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്കറിയാം, കാരണം ഞാൻ ഉസ്താദിനെ കാണുന്നതാണ്. ഊണുമുറക്കിലും രാപ്പകൽ ഭേദവൻ്റെ ഉസ്താദ് അഹോരാത്രം ഇങ്ങനെ ഓരോ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് വർക്കൗട്ട് ചെയ്ത് നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. കാരണം ഉസ്താദിനെ അറിയുമെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഉസ്താദ് ഇവിടെ തന്നെ കാണുന്ന ഗ്രന്ഥങ്ങളിൽ ഹദീസിൻ്റെയും തസൗഫിൻ്റെയും മറ്റു തഫ്സീറൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുള്ള താരീഖിൻ്റെ ഗ്രന്ഥങ്ങളാണ് ഇവിടെ. അതവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് താരീഖിൻ്റെ ഗ്രന്ഥങ്ങളാണ്. മാഷാ അല്ലാ. ഏതായാലും ഉസ്താദ് ഈ വിഷയം ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നന്നാവുമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ. തീർച്ചയായിട്ടും ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വലിയ ഉത്തരവാദിത്വത്തോടെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആധികാരികമായി പഠിച്ചിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ എവിടെന്നെങ്കിലും തോന്നുന്നത് പറയുകയാണെന്ന് ചിന്തിക്കരുത്. കാരണം ഇപ്പോൾ ഉദാഹരണമായി ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ വിഷയം നമ്മളിപ്പോൾ അർ-റഹീഖുൽ മഖ്തൂം സൗദി അറേബ്യയിൽ പ്രസിദ്ധീകരിച്ച സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരിയുടെ ഗ്രന്ഥമാണ് അർ-റഹീഖുൽ മഖ്തൂം. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു. അതുപോലെ മഹാനായ ഇബ്നുൽ ജൗസി തങ്ങളുടെ സിഫത്തു സഫ്വ, ഒരു ഉദാഹരണം പറയണം. ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾ നോക്കി വായിച്ച് അവിടുന്ന് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കി സീറകൾ വായിച്ചിട്ട് തന്നെയാണ് ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവും ഷിയാക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ സംസാരിക്കുന്നത് എന്ന് സാന്ദർഭികമായി നിങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് പറയാണ്. ഇത് സ്വാഭാവികമായിട്ടും അവർ പഠിച്ച ഭാഗം എത്താത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അവരോടൊക്കെ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയാൽ അങ്ങനെ ഒരു പരാമർശത്തിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം, സാബി എന്നോട് ചോദിക്കുന്ന കാര്യത്തിന് ആധികാരികമായി അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് ഉത്തരം പറയേണ്ടി വരും എന്ന ബോധത്തോടു കൂടെ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ചിലർ പറഞ്ഞു നിഷ്പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷമില്ലല്ലോ, ഒരു പക്ഷമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനൊന്നും പറയരുത്. അള്ളാഹുവിൻ്റെ ദീന് വിശാലമാണ്.
നമ്മുടെ മനസ്സ് വിശാലമാകണം. വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ ഒരു കാര്യം മാത്രമേ സത്യമുള്ളൂ എന്ന് അങ്ങനൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് എത്താൻ വ്യത്യസ്ത വഴികളുണ്ട്. അപ്പോൾ കാരണം റസൂൽ പറഞ്ഞ് അവിടെ എത്തിയിട്ട് അസർ നിസ്കരിച്ചോളൂ എന്ന് ഒരു ഹദീത്താണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ചുരുക്കി പറയാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അസറിൻ്റെ സമയമായപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ നിസ്കരിച്ചു. കാരണം സമയമായ ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. മറ്റൊരു വിഭാഗം റസൂൽ അവിടെ എത്തിയിട്ടാണ് നിസ്കരിക്കാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ എത്തിയിട്ട് നിസ്കരിച്ചു. ഈ രണ്ട് വിഭാഗവും ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ വിശാലമായ കാര്യം. അപ്പോൾ ഇത് നോക്കും, രണ്ട് വിഭാഗത്തെയും റസൂൽ അധിക്ഷേപിച്ചില്ല. കാരണം അവർ രണ്ട് വിഭാഗവും ചെയ്തത് ഹക്കാണ്, സ്വവാബാണ്. എന്ന പോലെ നമ്മൾ വിശാലമായി ഇസ്ലാമിൻ്റെ കാര്യത്തിലൊക്കെ കാർക്കശ്യ മനോഭാവത്തോടെ കാണുന്നവർ മുഴുവനും കാഫിറാക്കുകയും ഒരു പക്ഷം മാത്രമേ ഹക്കുള്ളൂ എന്നൊന്നും പറയരുത്. കേരളത്തിലെ ഷിയാക്കൾ എന്ന വിഷയം അവതരിപ്പിച്ചപ്പോൾ കൊണ്ടോട്ടി തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ബഹുമാന്യനായ കീശേരി ഉസ്താദ് ആ വിഷയത്തിൽ പിൻപറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട കീശേരി ഉസ്താദ് അദ്ദേഹം മഹാനാണെന്ന് ശംസുൽ ഉലമ അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ വലിയ മഹത്വം കൽപ്പിച്ചു. അവർക്കൊക്കെ അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും. കാരണം ഔലിയാക്കൾക്ക് ഔലിയാക്കളെ അവരുടെ മർത്തബയിൽ കാണാനും സ്വാധീനിക്കാനും കഴിയും. അതേ സ്ഥാനത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ശരീഅത്താണ് നമ്മൾ പറയുന്നത്. നമ്മൾ ലാഹിറായി ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ, ബൈത്താൻ മുസ്ലിയാർ, ഉമറുൽ ഖാദി അടക്കമുള്ള നേതാക്കൾ എന്ത് പറഞ്ഞു എന്നാണ്. ആ വിഷയത്തിൽ അത് ന്യായീകരിച്ചുകൊണ്ട് എഴുതുന്നവർക്ക് അതിൻ്റേതായ ന്യായീകരണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ അതിൽ വളരെ സൂക്ഷ്മത പ്രകടിപ്പിച്ചിരുന്നു. എത്രത്തോളം അവരെ ഷിയാക്കളാണെന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മഹാനായ ജിഫ്രി, കോഴിക്കോട്ടെ പഴയ കാലത്ത് ജിഫ്രി തങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു. അതുപോലെ മഹാന്മാരായ സമസ്തയുടെ ആധികാരിക പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലുള്ള, അതുപോലെ നിരവധി കുഞ്ഞായൻ മുസ്ലിയാരുടെ ഉസ്താദിനൊക്കെയാണ് നമ്മളതിൽ പരാമർശിച്ചത്. മറിച്ച് കാഴ്ചപ്പാടുള്ളവർ ഇല്ല എന്നും അവർ മുഴുവനും തെറ്റുകാരാണെന്നും നമ്മൾ പറയുന്നില്ല. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. എല്ലാം ഹക്കിനാണ്. അള്ളാഹു സത്യം കണ്ടെത്തുവാനും നമ്മുടെ ദുആഇ തന്നെ എന്താണ്, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ, ഹക്കിനെ ഞങ്ങൾക്ക് ഹക്കായി കാണിച്ചു തരണേ, വർസുഖ്ന ഇത്തിബാഅ, അത് പിൻപറ്റാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ, വ അരിനൽ ബാത്തില ബാത്തില, ബാത്തിലിനെ ബാത്തിലാക്കി കാണിച്ചു തരണേ, വർസുഖ്ന ജിത്നാബ, അത് വെടിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ഇതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം? അള്ളാഹു നമുക്ക് നല്ലത് പറയുവാനും നല്ലത് പിൻപറ്റുവാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഉസ്താദ് പറഞ്ഞല്ലോ, ഒരുപാട് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, ഉസ്താദന്മാർ ചിലപ്പോൾ ഇത് വായിച്ചെത്തിയിട്ടുണ്ടാവില്ല. അത് ശരിയാണ്. സംഭവം ഇപ്പോൾ എല്ലാവരും താരീഖ് തന്നെ വായിക്കണമെന്നില്ല. അവർ മറ്റു ഗ്രന്ഥങ്ങളായിരിക്കും കൂടുതൽ, അവർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഹദീസിന് അല്ലെങ്കിൽ തഫ്സീർ അങ്ങനെ കൂടുതൽ മറ്റു വിഷയങ്ങളായിരിക്കും തസൂഫിൻ്റെ മേഖലയിൽ. അപ്പോൾ ഉസ്താദ് ഞാൻ മനസ്സിലാക്കുന്നത് താരീഖിനോട് കുറച്ച് ഇമ്പമുള്ള ഒരാളെന്ന നിലയിൽ മറ്റുള്ളവരെക്കാളും താരീഖിൽ നൈപുണ്യമുള്ളത്. മാഷാ അല്ലാ. ഏതായാലും അങ്ങനെയല്ല, ഞാനില്ല കേട്ടോ. അങ്ങനെ എന്നെക്കാളും എത്രയോ ഈ വിഷയം പഠിച്ച ബഹുമാന്യരായ ആലിമ്യങ്ങളുണ്ട്. നമ്മൾ തമ്മിൽ കണ്ടു, നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്ത കാര്യങ്ങൾ മാത്രം പറയുകയും, ഓരോന്നിനും ഗ്രന്ഥങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ പറയുന്നതിന് ഇടാം ഇൻഷാ അല്ലാഹ്. ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം പറയുമ്പോൾ അതൊക്കെ സീറയിൽ ഷമായിലൊക്കെ തുർമുദി ഇമാമിന്റെയും ഓരോ വിഷയങ്ങളും പഠിക്കുമ്പോൾ അതിന് അനുബന്ധമായ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടും, അത് ഗ്രന്ഥങ്ങൾ ചിലത് നമ്മളടുത്ത് എല്ലാ ഗ്രന്ഥങ്ങളും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ സെർച്ച് ചെയ്തിട്ടും മറ്റും കണ്ടുപിടിച്ച് വായിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ പരാമർശിക്കുന്നത്. ഏതായാലും പിന്നെ ഉസ്താദ് ഇങ്ങനെ ഓരോ വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ ഉസ്താദ് ശരിക്കും നിഷ്പക്ഷമായ രീതിയിലാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഉസ്താദ് ചില വാക്കുകൾ പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ഉസ്താദ് ഇങ്ങനെ ഷിയ വിശ്വാസം വെച്ച് പുലർത്തുന്നയാളാണെന്ന് പറഞ്ഞിട്ട് ഉസ്താദിന് ഷിയ എന്ന് പറഞ്ഞ് ചാപ്പകുത്തും. മറ്റൊരു സൈഡിലുള്ള വിശ്വാസം പറയുമ്പോൾ ഉസ്താദിനെ വഹാബിയാക്കും, സലഫി ആശയം പറയുമ്പോൾ. ശരിക്കും ഉസ്താദിൻ്റെ ആശയം എന്ന് പറഞ്ഞിട്ടല്ല ഈ രണ്ട് ആശയങ്ങളും പറയുന്നുള്ളത്. ഉസ്താദ് പറയുന്നത് നിഷ്പക്ഷമായിട്ട് സലഫി വിശ്വാസം ഇങ്ങനെയാണ്, സുന്നി വിശ്വാസം ഇങ്ങനെയാണ്, ഷിയ വിശ്വാസം ഇങ്ങനെയാണ്, ഇന്നിപ്പോൾ ഇബാലിയാക്കളെ കുറിച്ച് ഇതാണ്. ഓരോ വിഭാഗത്തെക്കുറിച്ചിട്ടും സാധാരണ ഇങ്ങനെയുള്ള ആഗോള മുസ്ലിം സംഘടനകൾക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ഉസ്താദ് പറയുന്നത്. അല്ലാതെ ഉസ്താദിന്റെ വീക്ഷണം ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടില്ല. അത് നമ്മൾ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് ആളുകൾക്ക് പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. നന്മകൾ പ്രചരിപ്പിക്കുവാനും പഠിക്കുവാനും നമ്മൾ ഉണ്ടാകണം. ചരിത്രപരമായ വസ്തുതകൾ വിശാലമായി ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വിശ്വാസ അത് പ്രവർത്തനങ്ങളും ഉണ്ടാകും. അത് ആ ഹക്കായ രീതിയിൽ നമ്മൾ നിലനിർത്തുക. അത് പറയേണ്ട ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ പറയാൻ ഇഷ്ടം പോലെ പണ്ഡിതന്മാർ. യൂട്യൂബ് നോക്കിയാൽ തന്നെ ഓരോ ആശയങ്ങളും പ്രചരിപ്പിക്കുന്ന ആയിരക്കണക്കിന്
നൂറുകണക്കിന് പണ്ഡിതന്മാർ, നൂറുകണക്കിന് അഖീദകൾ പ്രചരിപ്പിക്കുന്ന പ്രഭാഷകർ മാത്രം മലയാളത്തിൽ തന്നെ. സുന്നികൾക്ക് സുന്നികളുടേതായ ഉണ്ട്, സലഫികൾക്കായി അവരുടേതായ ആശയങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആ നിലയ്ക്ക് അത് അവരുടേതായ ആശയങ്ങൾ നടക്കട്ടെ. ഇവിടെ നമ്മൾ നടത്തുന്ന ഒരു എളിയ ശ്രമം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ഈ വിഷയത്തെക്കുറിച്ച് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്, അതിൽ ഹക്കായ കാഴ്ചപ്പാട്, ഹക്ക് തന്നെ, നിഷ്പക്ഷമെന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. നിഷ്പക്ഷം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ അത് പഠിക്കണം. എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ വ്യക്തമായി പറയുമ്പോൾ അതിൻ്റെ ഖണ്ഡിതമായി പറയേണ്ട വിഷയങ്ങൾ വരുമ്പോൾ ഖണ്ഡിതമായി തന്നെ പറയും. എന്നാൽ വിഷയങ്ങൾ ചരിത്രപരമായ പഠനം നടത്തുമ്പോൾ പ്രവിശാലമായ കാഴ്ചപ്പാടോടുകൂടെ എല്ലാ വശങ്ങളും പരാമർശിക്കുക എന്നത് അതൊരു പഠന രീതിയാണ്. അതിന് കിതാബുകളൊക്കെ നോക്കണം. ഇപ്പോൾ ഇബ്നു കസീർ, ബിദായ നിഹായ ഒക്കെ നോക്കും, എത്ര അഭിപ്രായങ്ങളായി പറയാം. പണ്ഡിതന്മാർ എത്ര അവരുടെ അഭിപ്രായത്തിൽ, ഇവരുടെ അഭിപ്രായത്തിൽ, അതൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം നമുക്ക് അനുഭവപ്പെടും. ആ ഒരു രീതിയാണ് ഈ പഠനത്തിൽ നമ്മൾ അവലംബിക്കാൻ ശ്രമിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്പം നമ്മൾ ഒരു പക്ഷത്തിൽ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ഇത് കിട്ടും, പോസിറ്റീവ് വശങ്ങളായിരിക്കും. ചിലപ്പോൾ ഇതുപോലെ ഒരു പക്ഷത്തു നിന്ന് മാത്രം കുറ്റങ്ങൾ കേട്ടാൽ മതി, കാരണം മറ്റൊരു സൈഡിൽ നിന്നിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നു. പക്ഷെ നമ്മൾ ദീനാണ്, ദഅവത്താണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും ആടിലും മുമ്പിലും നമ്മുടെ നിലപാട് ഇതാക്കാൻ ഹക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഘട്ടത്തിൽ തീർച്ചയായും പക്ഷെ എന്നാലും നമ്മൾ പറയും. എന്നാൽ പഠനങ്ങളായ ഇതൊക്കെ ഇപ്പോൾ ഇബാദിയാക്കളെ കുറിച്ചൊക്കെ പഠിക്കുക ഇതൊരു പഠനമാണ്. അതേപോലെ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ, അപ്പോൾ അത് സംബന്ധമായ അതൊരു പഠനമാണ്. അവരുടെ ചരിത്രം, അവരുടെ സമ്പൂർണ്ണ ജനനം മുതൽ മരണം വരെ അവരെങ്ങനെയായിരുന്നു 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ പഠനം നടത്തണം. ആ പഠനം നടത്തുമ്പോൾ ആഗോള മുസ്ലിങ്ങൾക്കിടയിൽ അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നു. അതിൽ ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. ഏതായാലും അള്ളാഹു ഹക്ക് പിൻപറ്റുവാനും ഹക്കനുസരിച്ച് പഠനം നടത്തുവാനും മനസ്സിലാക്കുവാനും റബ്ബ് തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഒമാനിലേക്ക് താമസിക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള പ്രവാസികൾക്കൊക്കെ ഏറെ ഗുണകരമാവുന്നൊരു വീഡിയോ ആയിരിക്കും ഈ ഒരു ചർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഏതായാലും അവരുടെ സംശയങ്ങളൊക്കെ ഇബാദിയാക്കളെ കുറിച്ച് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഏതായാലും കമൻറ്റിലൂടെ ഒരുപാട് ആളുകൾ ചോദിച്ചതുപോലെ ഇബാദിയാക്കളെ തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിർബന്ധിത സാഹചര്യത്തിൽ എന്തുള്ളവർക്കുള്ളും ജായിസല്ല തുടരാവുന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്. ഏതായാലും നമ്മുടെ മലയാളികൾ താമസിക്കുന്ന മറ്റു ഇതര മൊറോക്കോ, അൾജീരിയ, ട്യൂണീഷ്യ, ടാൻസാനിയ, മറ്റു അങ്ങനെയുള്ള നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആളുകൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ചർച്ച. മാഷാ അല്ലാഹ്. ഏതായാലും ഇങ്ങനെയുള്ള നിഷ്പക്ഷമായിട്ടുള്ള ചർച്ചകൾ നിങ്ങൾക്ക് അറിയാനുള്ള ഇസ്ലാമിക ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ അതിനെപ്പറ്റി ഉസ്താദ് വളരെ ആധികാരികമായിട്ട് മറ്റു ആധികാരിക ഗ്രന്ഥങ്ങൾ തന്നെ മാനദണ്ഡമാക്കിയിട്ട് അതിനെക്കുറിച്ചൊക്കെ ചെയ്യും ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. അല്ലാഹു ഖൈർ നൽകട്ടെ. ആമീൻ ആമീൻ ആമീൻ.